പരീക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. പ്രിയ ദൈവമക്കളെ, ആണ്ടുവട്ടത്തിലെ 25-ാം ഞായറിലേക്ക് ദൈവമക്കളെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ വല്ലാത്തൊരു വിഷയമാണ്. സകല മനുഷ്യർക്കും കുറ്റബോധം ഉണ്ടാക്കുന്ന വിഷയമാണ് ഇന്ന് സുവിശേഷത്തിലേക്ക് വചനത്തിൽ വരാൻ പോകുന്നത്. ഒന്നാം വായന ആമോസിന്റെ പ്രവചനത്തിലാണ്. നീതിയുടെ പ്രവാചകൻ എന്ന് അരുളി ചെയ്യുന്ന അലറുന്ന സിംഹമെന്ന റോറിംഗ് ലയൺ, അലറുന്ന സിംഹമെന്ന് അറിയപ്പെടുന്ന പ്രവാചകനാണ് ആമോസ് പ്രവാചകൻ. അതേപോലെ ദൈവത്തിൽ ഒരു സിംഹത്തിൻ്റെ അലർച്ച നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ഇല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റീസ്, അതേപോലെ സമ്പത്ത് എന്നുള്ള ഒരു കൺസേൺ നമുക്കില്ലേ? ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവർക്കും കാശ് വേണ്ടാത്ത ആരാ വേണ്ടില്ലാതെ, സമ്പത്തില്ലാതെ ആരാ പോണേ? അതേപോലെ ഒരു ആത്മീയ ശുശ്രൂഷയെ പോലും പണം കടന്നു വരാറില്ലേ? നമുക്കൊരു ഡിവോയ്ഡ് ഓഫ് മണി, ഡിവോയ്ഡ് ഓഫ് വെൽത്ത് വരാൻ പറ്റുമോ? ആ ഒരു അവസ്ഥയുടെ വരാം ഒരു ദൈവ പൈതലായിട്ട് മാറുന്നത്. ലോകത്തിൻ്റെ സമ്പത്തിനെ പുച്ഛമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഉച്ഛിഷ്ടം പോലെയൊക്കെ പരിഗണിച്ചെന്ന് പൗലോസ് പറയുന്നില്ലേ? നിന്റെ ഒരു ആത്മീയതയെ പരിശോധിക്കാൻ ഒരു ടെസ്റ്റ് സ്റ്റോണായത്. നിനക്ക് ലോകത്തോടുള്ള ഒരു ആഗ്രഹം. ആരാ മക്കളെ 4 കാശ് ഉണ്ടാക്കാൻ പറ്റിയാലും 4 കാശ് ഉണ്ടാക്കാത്ത ആരാ ഉള്ളത്? ആരെങ്കിലും ഉണ്ട്? സമ്പത്ത് വേണ്ടാന്ന് പറഞ്ഞ് വെക്കുന്നവര്. ആത്മാവിന് അത്രമേൽ വില. സുവിശേഷത്തിൽ ആരംഭിച്ചാൽ ഈശോ പറയുന്നുണ്ട്, ധനത്തെയും ദൈവത്തെയും ഒരുപോലെ ആരാധിക്കാൻ പറ്റില്ല, ധനത്തെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കാനാവത്തില്ല. നമ്മളൊക്കെ സേവിക്കാൻ ധനത്തെ തന്നെയാന്നേ. അതിനൊക്കെ വെളുപ്പാങ്കാലത്തൊക്കെ കഴിഞ്ഞിട്ട് മനുഷ്യന്മാർ റെയിൽവേ സ്റ്റേഷനിൽ ഓടുന്ന കാഴ്ച പലപ്പോഴും കാണാറുണ്ട്. 3 മണിക്ക് 4 മണിക്ക് ഏതോ ബസ്സിന് വന്ന് ഇറങ്ങിയിട്ട് ഓടുക ട്രെയിന് കയറാൻ, തിരുവനന്തപുരത്ത് ജോലിക്ക് പോകുന്നതാ. പിന്നല്ലാതെ എങ്ങനെ ജീവിക്കുമെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? ഇങ്ങനെ ജീവിച്ച് നമ്മൾ കെട്ടുപോകാനുള്ളൊരു ജീവിതമൊന്നുമല്ല മക്കളെ. നമ്മുടെ ജീവിതത്തിന് അല്പം കൂടി ഒരു ഔന്നത്യമില്ലേ? നിന്റെ കയ്യിൽ എണ്ണുന്നതല്ല, നിന്റെ ആത്മാവിൽ അനുഭവിക്കുന്ന ഒരു ആനന്ദത്തെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ? കണ്ണുകൊണ്ട് കാണുന്നതിലെ ആനന്ദമല്ല, ആത്മാവിൽ അനുഭവിക്കുന്ന ഒരു ആനന്ദത്തെ പറ്റി ധ്യാനിക്കാൻ പറ്റുമോ? ആമോസ് നല്ല പച്ചയ്ക്ക് പറഞ്ഞു വെക്കുകയാണ്, നിങ്ങൾ തിരുനാളൊക്കെ ആഘോഷിക്കുന്നതും അമാവാസി ആഘോഷിക്കുക എന്തിനാ? അമാവാസി കഴിയുമ്പോൾ കുറച്ച് പാവങ്ങൾ സാധനം വാങ്ങിക്കാൻ വരും. അപ്പം അങ്ങേയറ്റത്തെ വിലയ്ക്ക് ആ സാധനം വിൽക്കുക. നിങ്ങൾ വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചുള്ള ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായം 4 മുതൽ 7 വരെ. പെസഹ കഴിയുന്ന എന്തിനാ? സാബത്ത് കഴിയുന്ന എന്തിനാ? സാബത്ത് കഴിയുമ്പോൾ കുറച്ച് പാവങ്ങളുണ്ട്. സാബത്ത് വരെ വെള്ളിയാഴ്ച വൈകുന്നേരം നിങ്ങൾ ഇസ്രായേലിൽ പോയിട്ടുള്ള വെള്ളിയാഴ്ച വൈകുന്നേരം ബസ്സുകൾ ഓട്ടം നിർത്തും, വാഹനങ്ങളൊന്നുമില്ല, കടകൾ അടയ്ക്കും. പണക്കാരൻ്റെ വീട്ടിൽ ഭക്ഷണമുണ്ട്, പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ഭക്ഷണമില്ല. അവൻ ജോലിയും കഴിഞ്ഞപ്പോൾ സാധനം വാങ്ങിക്കാൻ പറ്റില്ല, അവൻ കാത്തിരിക്കും. അവന് സാബത്ത് എന്ന് പറഞ്ഞാൽ പട്ടിണി ദിവസമാണ്. പാവപ്പെട്ടവന് ദുരന്ത ദിവസമാണ് സാബത്ത് എന്ന് പറയുന്നത്. കർത്താവിൻ്റെ മഹത്വപൂർണമായ കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തില് വാവിട്ട് നിലവിളിക്കുന്ന മനുഷ്യരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തുന്നു എന്നൊക്കെ ധ്യാനിക്കുമ്പോൾ വല്ലാത്ത കുറ്റബോധത്തോടെ നിന്നുകൊണ്ട് ഞാൻ ഈ വചനമൊക്കെ പറഞ്ഞു വിളിക്കാം. മക്കളെ, നീതിമാനൊന്നും അല്ലല്ലോ ഞാൻ ഓർക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർത്തു പോകുന്നൊരു കാര്യമാണ്. എത്രയോ മനുഷ്യരുടെ നിലവിളികൾ കേട്ടില്ല എന്നൊക്കെ വെച്ചിട്ടുണ്ട് ജീവിതത്തിൽ. ഇന്ന് തിരുവചനം പറയുന്നത് എന്താ? ദൈവം കേൾക്കുന്നത് പാവപ്പെട്ടവന്റെ നിലവിളിയാണ്. ദൈവം പക്ഷം ചേരും മക്കളെ. നമ്മൾ പാവങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ ദൈവം പാവങ്ങളുടെ പക്ഷം ചേരുകയും നമ്മൾ ദൈവത്തെ ചൂഷണം ചെയ്യുകയും ചെയ്യും. നോക്കിയേ, നമ്മളൊരു ഇല്ലാത്തവന്റെ പിടിച്ചു പറിച്ച് കേസ് കളിച്ച് അവന്റെ സ്ഥലം പറിച്ചെടുക്കുമ്പോഴേ ദൈവത്തിന്റെ സ്ഥലമാണ് നമ്മൾ പറിച്ചെടുക്കുന്നത്. 2 സഹോദരങ്ങൾക്ക് വീതം വെച്ച് കിട്ടിയത് അവന് ദൗർഭാഗ്യത്തില് ഏതാണ്ടൊക്കെ കൊടുത്ത് അവനെ ഇന്നത് പിടിച്ചു പറിച്ചെടുക്കുമ്പോഴേ ദൈവത്തിന്റെ ഭവനവും ദൈവത്തിന്റെ വസ്തുവും ദൈവത്തിന്റെ സമ്പത്തും ഒക്കെ നമ്മൾ പിടിച്ചു പറിച്ചെടുക്കുന്നതുള്ള ഒരു അത് ആത്മീയതയാണ്, ഒരു സാമൂഹിക ചിന്തയൊന്നുമല്ല. അഗതിയുടെ കൂടെ ഇരിക്കുന്ന
ദരിദ്രന്റെ കൂടെ ഇരിക്കുന്ന, പാവപ്പെട്ടവന്റെ കൂടെ ഇരിക്കുന്ന, പാപിയുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തെ ആളുകൾ പുച്ഛിച്ചെന്ന് സുവിശേഷം പറയുന്നില്ലേ? ദൈവമക്കളെ, മുൾപ്പടർപ്പിലാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടത്. മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ദൈവം തമ്പുരാൻ. സങ്കീർത്തനം 113 പറയുക, നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ, സകല ജനങ്ങളും സ്തുതിക്കുവിൻ, കാരണം അവിടുന്ന് അഗതിയെ, ആരോരുമില്ലാത്തവളെ അവിടുന്ന് അവളെ അനുഗ്രഹിക്കുന്നു. ദരിദ്രൻ പൊടിയിൽ കിടക്കുന്നവന, അവനെ അവിടെ നിന്ന് ഉയർത്തുന്നു. അഗതിയെ ചാരക്കൂനയിൽ, ഭർത്താവ് മരിച്ച ദുഃഖത്തിലിരിക്കുന്ന പെണ്ണാവള്, വിധവ ദുഃഖമാല ആചരിക്കട്, അവളെ വെള്ളവസ്ത്രം എടുത്ത് അല്ലെ ചാക്കുവസ്ത്രം എടുത്ത് ചാരത്തിലിരുന്ന തമ്പുരാൻ പിടിച്ചെഴുന്നേൽപ്പിക്കുക. വിധവയ്ക്ക് പോലും കല്യാണത്തിന്റെ ആനന്ദം കൊടുക്കുവാനായിട്ടും കല്യാണത്തിന്റെ ഒരു മണവാളന്റെ ആനന്ദം കൊടുക്കാനൊക്കെ ദൈവം ഇറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു പുതിയൊരു ധൈര്യത്തിന്റെ, പുതിയൊരു ജീവിതക്രമത്തിന്റെ ഒരു കാര്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തിമോത്തിയോസ് ലേഖനത്തിൽ പറയുക, അവനിങ്ങനെ ദരിദ്രനായിട്ട് മരിച്ചത്, അവൻ തന്നെ ഒരു മോചന മൂല്യമായിട്ട് കർത്താവ് കുരിശിൽ കിടക്കുന്ന ക്രിസ്തു ധനികന്റെ പ്രതീകമാണോ പാവപ്പെട്ട്? നിങ്ങൾ വെറുതെ പറഞ്ഞാൽ അച്ഛനൊന്നും പറയുന്നില്ല. ഇതേ നോക്കിയിട്ട് പറ, ഇതൊരു ധനികനാണോ ഇതൊരു പാവപ്പെട്ടവനാണോ ഈ കിടക്കുന്നതെന്ന്. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുക, ഈ ക്രിസ്തു നൽകുന്ന രക്ഷ ലോകം മുഴുവൻ അനുഭവിക്കാൻ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തണമെന്ന്. ദൈവങ്ങളെ പ്രാർത്ഥിച്ചു തുടങ്ങിയ ജീവിതം മാറി തുടങ്ങും. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ എൻ്റെ ഭക്ഷണം ഞാൻ പാവങ്ങൾക്ക് വിളമ്പി കൊടുക്കും. പറയുക, അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കണം. ഉന്നത സ്ഥാനീയർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യമറിയണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായി ഒരു വ്യക്തി, ക്രിസ്തു മാത്രമേ ഉള്ളൂ. ദൈവമക്കളെ, എൻ്റെയും എൻ്റെ അയൽവക്കംകാരൻ്റെയും മധ്യസ്ഥനായിട്ട് ഇന്നും വന്ന് ആരോ എന്നോട് പറഞ്ഞു, വെച്ചോ സഹോദരങ്ങൾ തമ്മിൽ വഴക്ക. ആരൊക്കെയോ കുടുംബത്തിൽ മരിച്ചും പോയിട്ടുണ്ട്. അതുകൊണ്ട് വീതം വെപ്പ് നടക്കണില്ല. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് ബന്ധങ്ങളെയൊക്കെ വെച്ച് വിലപേശുമ്പം മനുഷ്യന് വല്ലാതെ വില താന്നു പോകാറില്ലേ? കുടുംബ വഴക്കും സ്ഥലവഴക്കും ഒക്കെ ആയിട്ട് വരുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്കുക, എടാ കുട്ടാ, ഇറങ്ങിക്കൊടുക്കടാ മോനെ, ദൈവം നിനക്ക് വേണ്ടി ഒരു കൂട് കെട്ടിത്തരാൻ പോവുക. മനുഷ്യൻ പണിയുന്ന കൂടുകളൊക്കെ തകർന്നു പോകുമെങ്കിൽ ദൈവം പണിതു തരുന്ന കൂട് അതൊരിക്കലും തകർന്നു പോകത്തില്ല. സുവിശേഷത്തിൽ ഇതാ ഒരു മനുഷ്യൻ, കള്ളന് പോലും കർത്താവ് കൂട്ടുവെക്കുക. ഒരു കാര്യസ്ഥനുണ്ടായോ, മഹാകള്ളനായിരുന്നു, യജമാനന്റെ സമ്പത്ത് ദുർവ്യയം ചെയ്യുന്ന ഒരു കാര്യസ്ഥൻ. അവസാനം സസ്പെൻഷൻ വരാൻ പോകുമ്പോൾ അവൻ ചെയ്യുന്ന പണി കണ്ടോ? അവൻ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താ എൻ്റെ യജമാനന് കൊടുക്കാനുള്ളത്? ഒരുത്തൻ പറഞ്ഞു 100. ഒരുത്തൻ പറഞ്ഞു, ഞാൻ എൻ്റെ യജമാനന് കൊടുക്കാനുള്ളത് 100 ബത്ത് എണ്ണ, 100 പാട്ട എണ്ണ കൊടുക്കാനുണ്ട്. പറഞ്ഞു, നീ വെട്ടിക്കോടാ, 50 എഴുതിക്കോ. വേറൊരുത്തനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു 100 ഗോതമ്പ്. പറഞ്ഞു, നീ വെട്ടിക്കോടാ, 80. ദൈവങ്ങളെ, ദൈവത്തിന്റെ ഒരു ന്യായം കണ്ടോ? നീ പാവത്താന്റെ കൂടെ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട്, നീ എളിയവന്റെ കൂടെ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഒന്നുമില്ലാത്തവന് കൂടെ നിന്നു എന്ന് പറഞ്ഞു നിനക്ക് മുഴുവൻ ന്യായവും അനുവദിച്ചു തരുന്ന ന്യായമില്ലാത്തൊരു ദൈവം. എന്ത് ന്യായമാണ് സത്യത്തിലുള്ളത്? തിരുവചനം അവൻ കാണിച്ച കള്ളത്തരത്തെ ദൈവം പ്രശംസിച്ചു. ദൈവമക്കളെ, ദൈവത്തിന്റെ രീതി ഇതാന്നേ. ആര് പാവങ്ങൾ പറയുന്നില്ലേ? പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, നമ്മൾ പാപങ്ങൾക്ക് ദാനധർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങളുടെ കടം തീർക്കുവാനായിട്ട് അത് കാരണമായി തീരും. ദൈവമക്കളെ, ഒരു പുതിയ ജീവിത രീതിയിലേക്ക് തിരുവചനം പറഞ്ഞു വെക്കുക. മനോഹരമായിട്ടുള്ള തിരുവചനമാണ്. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കും. നിനക്ക് ദൈവത്തെയും മാമോനെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല. ദൈവമക്കളെ, സ്വർണത്തെക്കാളും പണത്തെക്കാളും ഒക്കെ എന്തുമാത്രം തിളക്കം ദൈവത്തിനുണ്ടെന്ന്, നീ അധ്വാനിച്ചുണ്ടാക്കുന്നതിനേക്കാൾ എന്തുമാത്രം തിളക്കം നിന്റെ ആത്മാവിനുണ്ടെന്ന് ചില കുടുംബങ്ങളൊക്കെ കണ്ടില്ല ഗതി കിട്ടാതെ നടക്കുന്നത്. കള്ളുഷാപ്പ് നടത്തിയും കള്ളു കച്ചവടമൊക്കെ നടത്തിയിട്ട് വല്ലാതെ തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അനേകം കുടുംബങ്ങളുടെ കണ്ണീര് വീണ് കഴിഞ്ഞപ്പോൾ ബാരല് കണ്ണീര തലമുറകളിലേക്ക് ചുമന്നുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, ഇതൊരു വഴിത്തിരിവിന്റെ സമയമായി മാറട്ടെ.
തമ്പുരാൻ കർത്താവ് സ്വർഗത്തെ നോക്കി ജീവിക്കാൻ, സമ്പത്തിനെ നോക്കിയൊന്നും അല്ലെന്നേ, സ്വർഗത്തിനെ നോക്കി ജീവിക്കാൻ, ആത്മാവിനെ വില കൊടുത്തുകൊണ്ട് ജീവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിക്കുക. ഓ കർത്താവ്, കാൽവരി കുരിശന്റെ ധ്യാനമാവട്ടെ, കാൽവരി കുരിശന്റെ പ്രാർത്ഥനയാവട്ടെ, കാൽവരി കുരിശന്റെ മധ്യസ്ഥമാവട്ടെ. ദൈവമേ, അല്പം കൂടെ വിശുദ്ധിയോടെ, അല്പം കൂടെ ആത്മീയമായിട്ട് ജീവിക്കാൻ, ലോകത്തെയും ലോകമോഹങ്ങളെയും ധനത്തെയും ധനത്തിന്റെ ആകാശത്തെയും ഒക്കെ വെറുത്തുപേക്ഷിക്കാനൊരു അഭിഷേകം കർത്താവെ, സ്വർഗത്തിന്റെ വിശ്വസ്തതയിൽ ജീവിക്കുവാൻ വരം നൽകണമേ. രോഗികൾ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, സാമ്പത്തികമായി തകർന്നവർ, കടക്കണികളിലായിരിക്കുന്നവർ, ജപ്തി നോട്ടീസുകൾ കിട്ടിയിരിക്കുന്നവർ, സാമ്പത്തിക ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവർ, മക്കളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാത്തവർ, മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തവർ, നല്ലൊരു ഭവനമില്ലാത്തവർ, തെരുവിലായിരിക്കുന്നവർ, കർത്താവെ, അങ്ങയുടെ നീതി സകലരുടെ മേലും അങ്ങ് വർഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി, പാപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ